വായുനാറ്റം അകറ്റാൻ പറ്റുമോ? തീർച്ചയായിട്ടും. വായുനാറ്റത്തിനുള്ള കാരണങ്ങളൊന്നും നിങ്ങൾ മനസ്സിലാക്കിയാൽ വായുനാറ്റം നമുക്ക് അകറ്റാനുള്ള മാർഗ്ഗങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. വായുനാറ്റത്തിന് പ്രധാന കാരണം മൗത്ത് ഡ്രൈനസ് ആണ്. അതുപോലെ ഡെഞ്ചേഴ്സ് ഉപയോഗിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ചില മരുന്നുകൾ ഉപയോഗിക്കുന്നവർക്ക്, ഗംസ് മോണയുടെ വീക്കം ഉള്ളവർക്ക്, പല്ല് കേടുള്ളവർക്ക്, അഡിനോയിഡ്സ് ഉള്ള കുട്ടികൾക്ക് സാധാരണ വായുനാറ്റം ഉണ്ടാകാറുണ്ട്. മൗത്ത് ബ്രീതിങ് ഉള്ളവർക്ക് വരാറുണ്ട്. ചില ലിവർ ഡിസീസ് അല്ലെങ്കിൽ കിഡ്നി ഡിസീസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാകും. ചില ക്യാൻസർ ഉണ്ടെന്നുണ്ടെങ്കിൽ വായുനാറ്റം ഉണ്ടാകാറുണ്ട്. ഇനി ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് കീറ്റോസിസ് വന്നു കഴിഞ്ഞാൽ സാധാരണ വായുനാറ്റം ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ വായുനാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി പലപ്പോഴും മൗത്ത് വാഷാണ്, കെമിക്കൽസാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. നല്ല ആഹാരം കഴിക്കുന്നതോടൊപ്പം ഈ പറയുന്ന ഡിസീസുകൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ഒപ്പം ഹോമിയോപ്പതിയുടെ മൗത്ത് വാഷ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് കലൻറ്റുല പോലെയുള്ള ടിങ്ചേഴ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ മെർസോൾ പോലെയുള്ള മരുന്നുകൾ ഇൻറ്റേണൽ കഴിക്കാൻ വേണ്ടി കിട്ടും. ഇത് കഴിച്ചു കഴിയുകയും ഈ മൗത്ത് വാഷ് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ വായുനാറ്റം ഒരു 100% നിങ്ങൾക്ക് ഒഴിവാക്കിയെടുക്കാം.